റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. ബി.ജെ.പി ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി ബി.ജെ.പി നേതാവ് പി.സി. ജോർജ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നാണ് ജോർജിന്റെ വെളിപ്പെടുത്തൽ. പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവായെന്ന കണക്കാണ് തനിക്ക് ലഭിച്ചത്. എന്നാൽ ലിസ്റ്റിൽ പേരുള്ള പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പണം വാങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായി. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ നിശ്ചയിച്ച തുക പോലും നൽകിയില്ല എന്നും ബി.ജെ.പി മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുരിക്കാടാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നും പി.സി. ജോർജ് പറഞ്ഞു. 4 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു ആ രൂപയിൽ കൊട്ടില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാത്ത സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു കണക്ക് ഇങ്ങോട്ട് 4,45,00,000 രൂപ ചെലവായിട്ട് കണക്ക് കൊടുക്കും. ഞാൻ ആരെയും കാണിക്കാൻ പറ്റില്ല. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മുഴുവൻ നടക്കുകയാണ്. അത് പലരും വിളിച്ചു ചോദിച്ചാൽ അവരറിയില്ല. ഞാൻ ഉണ്ടായിരിക്കുന്നുള്ളതെന്ന് മാത്രം ഞാൻ വിടുന്നില്ല. ഇപ്പോഴും ഇതാൻ തരാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതില്ല. പാർട്ടികൾ വല്ലതും ചെയ്തോ വിചാരക്കാരെ കിടപ്പുണ്ട് കേട്ടോ. ഓർമ്മിക്കാം, ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്ത് കൊടുത്തു നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെയുള്ള പാർട്ടി പ്രോസസ് എല്ലാ ബൂത്തും 31,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള സ്ഥിരമായ തീരുമാനം എടുത്ത് പണം കൊടുക്കുക. ആ പണം അവിടെ പോയി. ഞാൻ ചെറുനാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3,000 രൂപ ലീഡ് ചെയ്ത പഞ്ചായത്ത് ചെറുനാട്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനം ഞാൻ അവതരിച്ചു. വോട്ടിൽ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാണാൻ കിട്ടിയത് 50 സ്ഥാനം. അവിടെ മുഴുവൻ നമുക്ക് എന്ത് സംഭവിച്ചു? വിവാദമായതിന് പിന്നാലെ പി.സി. ജോർജ് മലക്കം മറിഞ്ഞു. തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് പി.സിയുടെ പുതിയ നിലപാട്. തോറ്റു കഴിഞ്ഞാൽ എരുമേലി ഒരു കമ്മിറ്റി ചെന്നാൽ കമ്മിറ്റി ചെന്ന് 2 ബി.ജെ.പി സ്ട്രോങ് ആളുകൾ. അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,45,00,000 രൂപ കിട്ടുക. ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി എടാ. അപ്പം ഞാൻ ഇത്രയും രൂപ കിട്ടുമോ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45,00,000 രൂപ കിട്ടിയത് ആരൊക്കെ കട്ടും, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ 2 ചൂടായി. പക്ഷെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട് 5 പൈസ പോലും കക്കുവ മോട്ടുക ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല. ഞാനത് ക്ഷമ ചോദിക്കുന്നു. വിവാദത്തിൽ ഇ.ഡി. എവിടെയെന്ന് എം.വി. ഗോവിന്ദൻ ചോദിച്ചു. പൂഞ്ഞാറ് മാത്രമല്ല, കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും കോടാനുകോടി റുപ്യ ബി.ജെ.പി ഫണ്ട് കൊടുത്തിരുന്നുവെന്നും ആ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല, പലരുടെയും കയ്യിലേക്കാണ് പോയതെന്ന് ബി.ജെ.പി തന്നെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണല്ലോ ഇ.ഡി. എല്ലാം ഇടപെടേണ്ടത്. അവരൊന്നും ഇടപെടുന്നില്ലല്ലോ. അവർക്ക് താല്പര്യമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മാത്രമേ കടന്നാക്രമിക്കാൻ അവർ ശ്രമിക്കുന്നുള്ളൂ. സത്യസന്ധമായിട്ട് നടന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലും ബോധ്യപ്പെട്ടാലും അവരിടപെടുന്ന രീതിയല്ല ഇ.ഡി. ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളത്. അതാണ് നമ്മൾ വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതരത്തിൽ വന്ന പണം ദുരുപയോഗം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ പരാതി ഉയർന്നു. പക്ഷേ അത് പരാതി ഔദ്യോഗികമായി നൽകാൻ ഭയപ്പെടുകയാണ്. പലപ്പോഴും ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് തന്നെ ക്രമക്കേടിൽ പങ്കുണ്ട് എന്ന വിവരവും പുറത്തു വന്നാണ്. രഞ്ജിത്ത്, ഇപ്പോൾ പി.സി. ജോർജിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ആരോടെങ്കിലും വിളിച്ചു പറയുന്നതല്ല, പാർട്ടിയുടെ യോഗത്തിൽ പ്രസംഗിച്ചതാണ്. അപ്പോൾ അത് ഇപ്പോൾ നിഷേധിച്ചിട്ട് ഇനി കാര്യമുണ്ടോ? ഇതിപ്പോൾ CPM അടക്കം ഏറ്റെടുത്തിരിക്കുന്നു, പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. ഇ.ഡി. എവിടെ എന്ന ചോദ്യമാണ്.
സ്മൃതി, ഈ ആരോപണങ്ങൾ നേരത്തെ ഉയർന്ന ആരോപണങ്ങളാണ്. PC ജോർജിന്റെ വാക്കുകളോടുകൂടി അത് സാധൂകരിക്കപ്പെടുകയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ PC ജോർജ് പിൻവാങ്ങിയാലും മലക്കം പറഞ്ഞാലും നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി യോഗത്തിനകത്ത് PC ജോർജ് പറയുകയും ആ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പുറത്തു വരുമ്പോൾ അത് മലക്കം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇത് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, BJPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ആരോപണം ഉയർന്നു. അതോടൊപ്പം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ, ഈ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുക്കിയ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇതേപോലുള്ള ആരോപണം ഉയർന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി, വോട്ട് മറിക്കാൻ വേണ്ടി ഒക്കെ പറഞ്ഞ് ഫണ്ട് എഴുതിയെടുത്തതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ കണക്കുകൾ പുറത്തു വന്ന ഘട്ടത്തൊക്കെ മാധ്യമങ്ങളുടെ സെട്ടി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു BJP നേതൃത്വം. ഇപ്പോൾ PC ജോർജ് ഇത് പറഞ്ഞോടുകൂടി മാധ്യമ സെട്ടി എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് BJP നേതൃത്വം. കൃത്യമായ കണക്കാണ് PC ജോർജ് പറയുന്നത്. 4.25 കോടി രൂപയുടെ കണക്കാണ് ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായത്. അതിൽ കീഴ്ഘടകങ്ങൾക്ക് ഓരോന്നും ബൂത്ത് തലത്തിലൊക്കെ 33,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചില ബൂത്തുകളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെ ഒരു നയാ പൈസ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഫണ്ട് ആരോ വെട്ടിച്ചു എന്ന് തന്നെയാണ് PC ജോർജ് പറയുന്നത്. അങ്ങനെ PC ജോർജ് പറയുന്നത് പാർട്ടിയുടെ കണക്കല്ലേ, ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ എന്ന് ഒഴിഞ്ഞു മാറാൻ BJPക്ക് സാധിക്കില്ല. കാരണം രണ്ട് ആരോപണങ്ങൾക്ക് BJP മറുപടി പറയേണ്ടി വരും. ഒന്ന്, ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി പ്രകാരം ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു ഫണ്ടിന്റെ കണക്കുണ്ട്. ആ കണക്ക് ഇലക്ഷൻ കമ്മീഷന് BJP കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ചെലവഴിച്ചു എന്ന് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ മണ്ഡലത്തിൽ ഇപ്പോൾ BJPക്ക് 3 MLA-മാരുണ്ട്. ഈ 3 MLA-മാർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇത്തരത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ED അന്വേഷണം CPM ആവശ്യപ്പെടുന്നത് പോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പണം ഒഴുക്കിയതിന്റെ കണക്കുകളെ കുറിച്ച് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതാവ് ഷിബു മീരനൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആരോപണങ്ങൾക്ക് കൂടി BJP മറുപടി പറയേണ്ടി വരും. ഇത് കേവലം പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമായി ഒതുക്കാൻ സാധിക്കില്ല. PC ജോർജ് ഇപ്പോൾ വന്ന് പറഞ്ഞ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്ന് പറയുന്നതുകൊണ്ട് മാത്രം, ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം ഒഴിവായി പോകുന്ന ഒരു ആരോപണമല്ല. കൃത്യമായി കണക്ക് നിരത്തി മറുപടി പറയേണ്ട, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, നേരത്തെ പറഞ്ഞ മാധ്യമ സെട്ടി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ എല്ലാ ആരോപണങ്ങൾക്കും ഈ ഘട്ടത്തിൽ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് BJP എത്തുകയാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.